ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക്, ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ LSGIയുടെ എക്സാമിലെ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ചർച്ച നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നോക്കൂ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? എല്ലാ പരീക്ഷകൾക്കും എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല പല ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്ത്യ സ്വതന്ത്രമായ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഫോർ ഫാദേഴ്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് പണ്ട് മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഇനി ഇപ്പോൾ നമ്മളുടെ എക്സാം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികളിലേക്കുള്ള ഒരു എക്സാമാണ് നമ്മൾ എഴുതുന്നത്. അവിടുത്തെ ഒരു സെക്രട്ടറി തലത്തിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നായിട്ട് വരുന്ന എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റൂറൽ ഡെവലപ്മെൻറ്റ് നമ്മളുടെ ഇവിടെ ഡെവലപ്പായി വന്നിരിക്കുന്നത്, എങ്ങനെയെല്ലാമാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ആദ്യ ഭാഗമാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി നമ്മളുടെ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെല്ലാമാണ് പഠിക്കാൻ പോകുന്നത് എന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന കാര്യം എന്താണ്, പ്രിൻസിപ്പിൾസ് ആണ്. ദർ ആർ സർട്ടൻ പ്രിൻസിപ്പിൾസ് ദാറ്റ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. നമ്മളിപ്പം DPSPs എന്ന് പറയില്ലേ, എന്താണ് DPSPs? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലേ? ഇതെന്താ DPSPസിൻ്റെ അർത്ഥം? ദേ ആർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലേ? എന്ത് ചെയ്യുകയാണ്, സ്റ്റേറ്റിനെ എന്ത് ചെയ്യുകയാണ്, പോളിസികൾ ഉണ്ടാക്കുമ്പോൾ, സ്റ്റേറ്റ് എപ്പോഴെല്ലാമാണോ പോളിസികൾ ഉണ്ടാക്കുന്നത് ആ സമയത്ത് എന്തെല്ലാം പ്രിൻസിപ്പിളുകളാണ് മനസ്സിൽ വെക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഡയറക്റ്റീവാണ് DPSPകൾ എന്ന് പറയുന്നത്, അല്ലേ? സോ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുന്നത്, ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവ ചെയ്യണം എന്ന് നമ്മളോട് പറയുന്ന ഭരണഘടനയുടെ ഇടമാണ് DPSPs എന്ന് പറയുന്നത്, അല്ലെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. അപ്പോൾ ഈ രീതിയിൽ there are certain principles that we should keep in mind when we are planning for a rural development. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? റൂറൽ ഡെവലപ്മെൻറ്റ് നമ്മൾ എപ്പോഴാണോ, ഒരു ഗ്രാമീണ വികസനം എന്ന തലത്തിൽ എപ്പോഴാണോ നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുന്നത്, അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില ഐഡിയകളുണ്ട്, ചില പ്രിൻസിപ്പിളുകളുണ്ട്, ചില ആശയങ്ങളുണ്ട്. അവ എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 15 മാർക്കിൻ്റെ ആണ്. അപ്പോൾ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് തന്നെ നമ്മൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പ്രിൻസിപ്പിളുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു ക്രോണോളജി മനസ്സിലാക്കണം നിങ്ങൾ. ആദ്യം നമ്മൾ കടക്കാൻ പോകുന്നത് എന്തെല്ലാം റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവുകളാണ് ഇന്ത്യയിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ നടന്നിട്ടുള്ളത് എന്നാണ് ആദ്യം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപായിട്ട് 1947 മുൻപായിട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്തെല്ലാമാണ് നടന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവുകൾ റൂറൽ ഡെവലപ്മെൻറ്റിനായിട്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളുടെ ഇവിടുത്തെ ഒരു റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പഞ്ചായത്ത് രാജിൻ്റെ ഒരു പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? റിപ്പൺ പ്രഭുവാണ്, അല്ലെ? അതിനു മുമ്പ് തന്നെ മായോ എന്ന് പറയുന്നത്, ലോർഡ് മായോ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പോകും നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യേണ്ടതുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ ആളുകളുടെ ചില എക്സ്പെരിമെൻറ്റുകളുണ്ട്. അവർ മാത്രമല്ല, ഇവരുടെ ഇതേ കാലഘട്ടത്തിൽ നടന്നിട്ട് ചില എക്സ്പെരിമെൻറ്റുകളുണ്ട്. അവ കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതൊന്നില്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിനൊപ്പം ചേർത്ത് ചർച്ച ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ അവ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി പ്രീ ഇൻഡിപെൻഡൻസ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, പോസ്റ്റ് ഇൻഡിപെൻഡൻസിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. സോ ദർ ആർ സം മേജർ റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ദാറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്. അത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളായിരിക്കാം, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമുകളായിരിക്കാം, ഇനി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരിക്കാം. പക്ഷേ അതൊന്നും ഇനി ഇവയല്ലാത്ത മറ്റും ചില ചെറിയ ചെറിയ പ്ലാനുകളും ഓരോ ഇടങ്ങളിലുണ്ട്. ചില പ്ലാനുകൾ ഒരു ലോക്കലായിട്ടുള്ള ചില സംസ്ഥാനങ്ങളിലെ പ്ലാൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവ ഫേമസ് ആയിട്ടുള്ള ചില പ്ലാനുകളുണ്ട്. അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പിന്നെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതായത്
ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ മനസ്സിലാവുന്നത് എന്താണ്, നമുക്ക് വേണ്ടതൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ആണ്. പല രീതിയിലുള്ള പോയിന്റുകളെ ഒന്നിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഇവയെല്ലാവരും കൂടി എന്താണ്, ഇതൊക്കെ കൂടി ഒരു നെറ്റാണ്. ഇവ ഓരോന്നും വികസിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഓരോന്നും മുകളിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ ഗ്രാമം മുകളിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഒരു പോയിന്റ് മാത്രം വികസിച്ചതുകൊണ്ട് എന്ത് ചെയ്യില്ല, മുന്നിലേക്ക് പോവില്ല. ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രോത്ത് ഇതിന് കിട്ടില്ല. കാരണം എന്താ, ബാക്കി എല്ലാവരും താഴെ കിടക്കുകയാണ്. അപ്പോൾ ഇത് എത്ര പൊങ്ങാൻ നോക്കിയാലും ഇത് ഇവിടെ തന്നെ കിടക്കും, ഈ ഒരു പോയിന്റ്. മനസ്സിലാകുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുകയാണ്, ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫുൾ ഉണ്ടാക്കി കൊടുത്തു, കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, എന്താ പറയുക, കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തു. ഇവർക്ക് ആർക്കും എഡ്യൂക്കേഷനോ സ്കില്ലിങ്ങോ ഇല്ല എന്നുണ്ടെങ്കിലോ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ എല്ലാം കൂടി എന്താണ്, ഒന്നിച്ച് ചേർന്നാണ് ഡെവലപ്മെൻറ്റ് വരേണ്ടത്. സോ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങി. എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുകൾ പലതുണ്ട്. നമുക്ക് MG നരേഗ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അറിയാം. അതല്ലാണ്ട് പല രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്താ പറയുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഇന്ത്യ എന്ന തലത്തിലും കേരളം എന്ന തലത്തിലും നോക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഓൾസോ കറണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ നിലവിൽ എന്തുണ്ട്, ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിൻ്റെ തലത്തിലും എന്തുണ്ട്, വിവിധങ്ങളായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് എന്തിൻ്റെ പേരിലാണ്, ഇന്ത്യൻ ബേസിസിലാണ് പറയുന്നത്. കറണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഗ്രാമീണ വികസന പദ്ധതികളുണ്ട്. എങ്ങനെയാണ്, ഇൻ ഇന്ത്യ ഇൻ സെക്ടേഴ്സ് ലൈക്ക്, ഏതൊക്കെ സെക്ടേഴ്സിലെ പ്രോഗ്രാമുകളാണ് പറയുന്നത്, ഹൗസിംഗ് സെക്ടറുകളിൽ അല്ലേ. ഇപ്പോൾ റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും എന്താണ്, ഒരുപാട് സ്കീമുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അവയിൽ ഓരോന്നിലേക്കും നമ്മൾ ഹൗസിംഗ് സെക്ഷനിലുള്ളത് ഡ്രിങ്കിങ് വാട്ടർ, നൽ സേ ജൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, റൂറൽ കണക്ടിവിറ്റി അല്ലേ, ഗ്രാം സഡക് യോജന പോലെയുള്ള പദ്ധതികൾ. ഇനി റോഡ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മൾ നോക്കുന്നുണ്ടാവും. ഇനി അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളെല്ലാം ഇന്ത്യയുടെ എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നോ മറ്റോ പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ആളുകൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും പോയി ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അവസാനത്തെ നമ്മുടെ ഇതിലെ ടോപ്പിക്കിൻ്റെ അവസാന ഭാഗം വരുന്നത്. എന്താണ്, റോൾ ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഒരു റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ കഴിയുന്നത്, കാര്യങ്ങൾ അവർക്ക് ഏതാണ്, അവരുടെ റോൾ എന്താണ് എന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണാനായിട്ട് പോകുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു ക്രോണോളജിയിലാണ് കാര്യങ്ങൾ പഠിച്ചു വരാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാനായിട്ട് പോകുന്നത് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിളുകൾ, ആശയങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ആശയങ്ങൾ മനസ്സിൽ വെച്ച് അവ നടപ്പിലാക്കുമ്പോഴാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കുന്നത്. അതായത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് വിൽ ലീഡ് ടു റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. റൂറൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് നടത്തുമ്പോൾ എന്തെല്ലാം ഐഡിയാസാണ് അതിനെ സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, നമുക്ക് കടക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനാണ് മഹാത്മാഗാന്ധിയുടേത്. നമ്മൾ എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു NCERTയുടെ ഒരു ഭാഗം ഞാൻ നോക്കി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം വന്ന ഒരു എന്താ പറയുക, അതിൽ എഴുതിയിട്ടുള്ള ലൈൻ കണ്ടത് ഇതായിരുന്നു. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ പല പല ആളുകൾ പറഞ്ഞ പല പല ലൈനുകൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ അവർ ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇത് ആര് പറഞ്ഞു, റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഈ വാചകം പറഞ്ഞത് ആര് എന്നൊക്കെ ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. അതായത് സൗത്ത് ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ പലയിടങ്ങളിലെയും പല ആളുകളും പറഞ്ഞ വാചകങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് കണ്ടിരുന്നു. അത് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ദ സോൾ ഓഫ് ഇന്ത്യ ലിവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജസ് അല്ലെ. ഇന്ത്യ എവിടെയാണ് ഉറങ്ങുന്നത്, ഗ്രാമങ്ങളിലാണ് അല്ലെ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണുള്ളത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് എന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ അങ്ങോട്ട് പഠിച്ച് പോകുന്ന സമയത്ത് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പം മഹാത്മാഗാന്ധി ഗാന്ധിയൻ പ്ലാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഗ്രാമങ്ങളിൽ എന്താണ് അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഗ്രാമങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള എന്താണ് പ്ലാനിങ്ങിൻ്റെ രീതിയും മറ്റും എന്തുണ്ട്, ഗാന്ധിയൻ പ്ലാനിൽ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തി നികേതൻ എന്താ പറയുക, കോൺസെൻട്രേറ്റ് ആയിക്കൊണ്ട് നടന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, അവയൊക്കെ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരികയാണ്, എന്താണ് റൂറൽ ഏരിയ, എങ്ങനെയാണ് റൂറൽ ഏരിയ നമ്മൾ തിരിച്ചറിയുന്നത്? അപ്പോൾ ജനറൽ ആയിട്ടുള്ള ചില ഐഡിയകൾ ഉണ്ടാകും അല്ലേ.
എന്താ പറയുക കൂടുതൽ ചിലർ പറയും ഹരിതാഭ്യം പച്ചപ്പൊക്കെ നല്ല പോലെയുള്ള സ്ഥലമെന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി റൂറൽ ഏരിയ ആണോ? തിരുവനന്തപുരം സിറ്റി ഭയങ്കര ഹരിതാഭ്യം പച്ചപ്പാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, കേരള ഈസ് എന്താ പറയുക ലോങ് ആൻഡ് ഡെവലപ്ഡ് വില്ലേജ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. കേരളം എന്ന് വെച്ചാൽ നല്ല നീളത്തിൽ കിടക്കുന്ന വളരെയധികം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണെന്ന് പറയും. അതായത് പുറത്തു നിന്ന് വരുമ്പോൾ ശരിക്കറിയാം എന്താണ്, പുറത്ത് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ വരണ്ട പ്രദേശങ്ങളും പാടങ്ങളും എന്താ പറയുക സ്ഥലങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് കേരളത്തിനുള്ളിൽ എങ്ങനെയാണ്, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പച്ചപ്പിന് വലിയ കുറവൊന്നുമില്ല അല്ലേ. വേനൽക്കാലം ആകുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ട്, ഇപ്പോൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ പക്ഷേ അടിസ്ഥാനപരമായിട്ട് പച്ചപ്പിന് കുറവൊന്നുമില്ല. അപ്പോൾ പച്ചപ്പും ഹരിതാഭയുള്ള സ്ഥലം എന്ന് നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറഞ്ഞു പോകാൻ സാധിക്കില്ല. നമ്മുടെ കേരളത്തിലെ സിറ്റികൾ ഉൾപ്പെടെ എന്താണ്, ഹരിതാഭ്യം പച്ചപ്പുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നോക്കണം, ഓരോ ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇനി കൃത്യമായിട്ട് ഒരൊറ്റ ബോഡിയുടെ ഡെഫിനിഷൻ അല്ല നമ്മളിവിടെ പറയുന്നത്. ഓൾസോ ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ വേറെ വേറെ ബോഡികളുടെ വേറെ ഡെഫിനിഷനുകളും കേൾക്കുമായിരിക്കും. ഓരോ ഇടങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ചില എക്സ്പ്ലനേഷൻസ് നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്, ഒന്ന് കണ്ടുപോകാൻ പോവുകയാണ്. ആദ്യമായിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ പറയുന്നു, റൂറൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏരിയ വിത്ത് എ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് അപ് ടു 400 പെർ സ്ക്വയർ കിലോമീറ്റർ. 400 പെർ സ്ക്വയർ കിലോമീറ്റർ, അതായത് 400 പേര് വരെ. മാക്സിമം ആണ് ഏത്, മാക്സിമം 400 അല്ലെ, അപ് ടു. മാക്സിമം എത്രയാണ്, 400 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിലും താഴെയുള്ള ഇടങ്ങളെ എന്ത് വിളിക്കാം നമുക്ക്, റൂറൽ ഏരിയ എന്ന് വിളിക്കാമെന്നാണ് എന്ത് ചെയ്യുന്നത്, NSSOൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളോട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? NSSOൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഓൾസോ വില്ലേജസ് വിത്ത് ക്ലിയർ സർവേഡ് ബൗണ്ടറീസ്, അതായത് സർവേയിൽ എന്താണ് വില്ലേജുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവയ്ക്ക് ക്ലിയർ ബൗണ്ടറികൾ ഉള്ളതും, പക്ഷേ എന്താണ് അവ മുനിസിപ്പൽ ബോർഡുകൾ ആവരുത്. ബട്ട് നോ മുനിസിപ്പൽ, അതെങ്ങനെയായിരിക്കണം, വില്ലേജ് ബൗണ്ടറി എന്ന തലത്തിലായിരിക്കണം, മുനിസിപ്പൽ ബോർഡുകളുമായിട്ടുള്ളത് ആവരുത്. ഇതാണ് രണ്ടാമത്തെ NSSO പറയുന്നത്. മൂന്നാമത് പറയുന്നു, എ മിനിമം ഓഫ് 75% ഓഫ് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ ഇൻവോൾവ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. മെയിൽ വർക്ക് ഫോഴ്സിലെ വർക്ക് പോപ്പുലേഷനിലെ 75% ആളുകൾ എന്തിലേക്ക് വേണം, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിലാണെങ്കിൽ എന്താണ്, അതൊരു റൂറൽ ഏരിയ ആണ് എന്ന് NSSO എന്ത് ചെയ്യുന്നു, നമ്മളോട് പറയുന്നു. ഓക്കെ അല്ലേ? NSSOൻ്റെ 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 400 അല്ലെ, 400 പെർ എന്താണ് സ്ക്വയർ കിലോമീറ്റർ എന്ന തലത്തിലേക്ക് വേണം. അതായത് സിറ്റീസ് എപ്പോഴും എങ്ങനെയാണ്, സിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആണ് അല്ലേ. സിറ്റീസിൻ്റെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുന്ന സമയത്ത് ഒരിക്കലും എന്താണ് ഈ തലത്തിലല്ല നമുക്ക് വരിക. ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചുകൂടി എന്തുണ്ട്, സ്ഥലം കൂടുതലാണ് അല്ലേ, കുറച്ചുകൂടി എന്താണ് സ്ഥലം കൂടുതലാണ്, കൂടുതൽ ഏരിയകളുണ്ട്. അപ്പോൾ ഈ ഒരു തലം നിൽക്കുന്ന സമയത്ത് എപ്പോഴും സിറ്റീസിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, സിറ്റീസിൻ്റെ ഉള്ളിൽ നമുക്ക് പക്ഷേ കുറച്ചുകൂടി പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 400 വരെയാണെങ്കിൽ അത് റൂറലാണ് എന്ന് പറയാം, ഗ്രാമീണ പ്രദേശമാണെന്ന് പറയാമെന്നാണ് NSSO പറയുന്നത്. ഇനി RBIയുടെ കണക്കിലേക്ക് നമുക്ക് വരാം. RBI defines rural areas as those areas with a population of less than 49,000. 49,000 ആളുകളിൽ കുറവായ സ്ഥലങ്ങളെയാണ് RBI എന്ത് ചെയ്യുന്നത്, ഒരു റൂറൽ ഏരിയ എന്ന തലത്തിലേക്ക് പറയാമെന്ന് പറയുന്നത്. ഇത് RBIയുടെ കണക്കാണ്. ഇനി നമുക്കറിയാം ലേറ്റസ്റ്റ് സെൻസസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അത് നടന്നിട്ടുള്ളത്, 2011. എപ്പോഴാണ്, 2011. 2011 സെൻസസ് അനുസരിച്ച് the rural sector means any place as per the latest census, 2011 സെൻസസ്, which meets the following criteria. എങ്ങനെയാണ്, ഇത് 2011 സെൻസസ് കഴിഞ്ഞിട്ട് 2013-14 സമയത്ത് എന്താ പറയുക PIBയുടെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്. എ പോപ്പുലേഷൻ ഓഫ് ലെസ് ദാൻ 5,000 അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ലെസ് ദാൻ 400 പെർ സ്ക്വയർ കിലോമീറ്റർ, നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യം. More than 25% of the male working population is engaged in agricultural pursuits. More than 25% of the male working population is engaged in agricultural pursuit. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് 2011 സെൻസസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്ത് ചെയ്യുന്നത്, റൂറൽ ഏരിയ എന്ന തലത്തിലേക്ക് അവർ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇവ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തലങ്ങളിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ. അപ്പോൾ ഇവ മൂന്നും എന്ത് ചെയ്യുക, ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എന്തെല്ലാമാണ് നമ്മൾ കണക്കാക്കുക. നിങ്ങൾ ഈ എണ്ണങ്ങൾ ഇപ്പോൾ എന്താണ് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ നോക്കിയോ, എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് പോപ്പുലേഷൻ അവർ പറഞ്ഞു അല്ലേ.
ടോട്ടൽ പോപ്പുലേഷൻ, രണ്ടാമത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അവർ പറഞ്ഞു അല്ലേ. ആദ്യം പോപ്പുലേഷൻ, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, പിന്നെ എന്ത് പറഞ്ഞു, മെയിൽ വർക്ക് പോപ്പുലേഷൻ അഗ്രികൾച്ചറൽ സെക്ടറിലാണോ അതോ നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലാണോ എന്ന കാര്യവും അവരെന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രധാനമായിട്ടും ഒരു ഏരിയയെ റൂറൽ ഏരിയയാണോ എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇവ കൃത്യമായിട്ട് ആലോചിക്കുക. ടോട്ടൽ പോപ്പുലേഷൻ അവിടെ എത്രത്തോളം എന്ന് നോക്കുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രത്തോളം എന്ന് നോക്കുന്നു, അതുപോലെ തന്നെ മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ അഗ്രികൾച്ചറൽ സെക്ടറിലാണോ അതോ നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലാണോ നിലവിൽ വർക്ക് ചെയ്യുന്നത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്തിലേക്ക് നയിക്കുന്നത്, ഒരു ഏരിയയെ റൂറൽ ഏരിയയാണോ അതോ അല്ലയോ എന്ന് എന്ത് ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ റൂറൽ ഏരിയ എന്ത് എന്നൊരു ഐഡിയയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ എപ്പോഴും, അതായത് ഇപ്പോഴും നിലവിൽ ലാസ്റ്റ്, അത് 2023 എക്കണോമിക് സർവേ, ഇപ്രാവശ്യത്തെ എക്കണോമിക് സർവേ ഞാൻ മൊത്തത്തിൽ വായിച്ചെത്തുന്നതേ ഉള്ളൂ. അത് വായിച്ചെത്തിയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് പറയാം. ലാസ്റ്റ് എക്കണോമിക് സർവേ അനുസരിച്ച് 65% ഇന്ത്യയുടെ പോപ്പുലേഷൻ റൂറൽ ഏരിയകളിലാണ് ഉള്ളത്. എവിടെയാണുള്ളത്? റൂറൽ ഏരിയകളിലാണ് ഉള്ളത്. 65% ഓഫ് ദ പോപ്പുലേഷൻ റിസൈഡ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇതിൽ തന്നെ 47% ആളുകൾ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? 65% ഓഫ് ദ പോപ്പുലേഷൻ എവിടെയാണുള്ളത്? റൂറൽ ഏരിയകളിലാണുള്ളത്. 47% ആളുകൾ, പോപ്പുലേഷൻ എങ്ങനെയാണ്, അവർ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഇനി ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഭാഗം അതിലെടുക്കും. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇതുപോലെ സെക്ടറുകൾ വരുന്നുണ്ട്, ഓരോരോ സെക്ടർ, പ്രൈമറി സെക്ടർ, ടെർഷറി സെക്ടർ, സെക്കൻഡറി സെക്ടർ എല്ലാം വരുമല്ലോ. അപ്പോൾ അതിൽ സെക്ടറുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്കണോമിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളൊന്നാണ് അല്ലേ. നമ്മൾ എന്ത് പറയാറുണ്ട്, അഗ്രികൾച്ചറിൽ ഓവർ ക്രൗഡഡ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്താണ് ഓവർ ക്രൗഡഡ് ആണ്? അതായത് ആവശ്യമുള്ളതിലും കൂടുതൽ ആളുകളുണ്ട്. ഇതുകൊണ്ട് എന്ത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുക? ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അല്ലെ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും. എന്താ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിസ്ഗൈസ്ഡ് ആണ്. എന്താ ഡിസ്ഗൈസ്ഡ് ആവുക വെച്ചാൽ ഒളിഞ്ഞിരിക്കുക എന്ന് പറയുന്ന പോലെ അല്ലെ. ഒളിഞ്ഞിരിക്കുന്ന ഒരു അൺഎംപ്ലോയ്മെന്റാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഇപ്പോൾ ഈ കൃഷിഭൂമി ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ കൃഷിഭൂമിയിൽ ശരിക്കും കൃഷി ഇറക്കിയിട്ട് ഇപ്പോൾ കൊയ്യാൻ പോവുകയാണ്. കൊയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എത്ര പേരെ ആവശ്യമുള്ളൂ? 10 പേരെ ആവശ്യമുള്ളൂ. പക്ഷേ എന്താണ്, ധാരാളം ആളുകൾ എന്താണ് അഗ്രികൾച്ചറിൽ ഇവിടെ തന്നെ ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ അവിടെ 15 പേര് എന്തുണ്ട്, പണിയാനുണ്ട്. ഇതിവിടെ ശീലമായിട്ട് എന്ത് ചെയ്തു, 15 ആളുകളെയും എന്ത് ചെയ്തു, പണിയാൻ വെച്ചു. പക്ഷേ 10 പേര് എന്ത് ചെയ്യുന്നു, ഇത് 2 ദിവസം കൊണ്ട് കൊയ്തു തീർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? 15 പേരാണെങ്കിലും അത് 2 ദിവസത്തിൽ തന്നെയാണ് തീരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പണിയിൽ 15 പേര് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു എന്താ പറയുക ഇടമുണ്ട്. ഇവിടുന്ന് ഈ കൊയ്ത് കൊണ്ടുപോകുന്നതൊക്കെ എന്ത് ചെയ്യാൻ, മറ്റൊരു പ്രൊഡ്യൂസായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അവിടെ ഇതുപോലെ 10 പേര് ജോലി എടുക്കുന്നു. ഒരു ദിവസത്തിലേക്ക് അവരെന്ത് ചെയ്യുകയാണ്, 100 പാക്കറ്റ് പ്രൊഡക്ഷൻ നടത്തുന്നു. 15 പേരുള്ളപ്പോഴും 100 പാക്കറ്റ് തന്നെ പ്രൊഡക്ഷനാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അറിയുള്ളത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റാണ്. കാരണം എന്താണ്, അവിടെ ആക്ച്വലി എന്താണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നില്ല. ആളുകളുണ്ട്, പക്ഷേ എന്താണ്, അതൊരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് നഷ്ടമേ ഉണ്ടാക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സമയത്തൊക്കെ നിങ്ങൾ എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. സോ ബേസിക്കലി ഇവിടെ എന്താണ്, കഴിഞ്ഞ വർഷത്തെ എക്കണോമിക് സർവേ പ്രകാരം 65% പേര് റൂറൽ ഏരിയകളിൽ ജീവിക്കുകയും ഇതിൽ 47% പേര് അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുകയും ചെയ്യുകയാണ്. ഇനി അഗ്രികൾച്ചറിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, സർവീസ് സെക്ടറിൽ വളരെ കുറവ് ആളുകളുണ്ട്, പക്ഷെ അവരുടെ ഔട്ട്പുട്ട് എന്താണ്, GDP-യിലേക്കുള്ള എന്താ പറയുക കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇത്രയധികം ആളുണ്ടായിട്ടും എന്താണ്, എനിക്ക് എത്ര ശതമാനം കൃത്യമായിട്ട് ഓർമ്മയില്ല, 14-16% അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക്. എന്താണ്, പ്രൈമറി സെക്ടറിൽ, അഗ്രികൾച്ചർ ഉൾപ്പെടെ പ്രൈമറി സെക്ടറിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ടുള്ള പറഞ്ഞതല്ല, എൻ്റെ പെട്ടെന്നൊരു ഓർമ്മയിൽ പറഞ്ഞതാണ്. കൃത്യമായിട്ട് എക്കണോമിയിൽ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഡിസ്പാരിറ്റീസും പ്രശ്നങ്ങളും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റുകളും മറ്റും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഒരു 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 പ്രധാന വിഷയമാക്കിയിട്ട് മാറ്റുന്നത്. കാരണം എന്താണ്,
കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓപ്പർച്യൂണിറ്റികളും ഡെവലപ്മെൻറ്റും എത്തിക്കുകയാണെങ്കിൽ ഈ അഗ്രികൾച്ചറിൻ്റെ മുകളിലുള്ള എന്ത് ചെയ്യും, ഓവർ ക്രൗഡായിട്ട് നിൽക്കുന്നത് എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ അവസാനിച്ചോളും. പുതിയ പുതിയ അവസരങ്ങൾ തേടി അവരും എന്ത് ചെയ്തോളും, പൊക്കോളും അല്ലേ. നോക്കൂ, എന്തൊക്കെയാണ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവുകൾ. ഫസ്റ്റ് കാര്യം എന്താ, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നത് എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഇപ്പോഴും പല ആളുകളും എന്താണ്, വളരെ പണ്ടുള്ള അതേ രീതികളിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാകും അല്ലേ. അവർ ചിലപ്പോൾ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ടാവും എന്നേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല അല്ലേ, അതിൽ ഉപയോഗിക്കേണ്ട കൃത്യമായ ശാസ്ത്രീയമായിട്ട്, നമ്മളിപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഈ സോയിൽ ഹെൽത്ത് കാർഡുകൾക്ക് ഉപയോഗിച്ചുള്ള ഗുണം എന്താണ്, സോയിൽ ഹെൽത്ത് കാർഡുകളിൽ അതിൽ എന്തെല്ലാമാണ്, ആ സോയിലിൽ എന്തെല്ലാമാണ് ആവശ്യമുള്ളത്, നിലവിൽ എത്രത്തോളം പെർസെൻറ്റേജ് ന്യൂട്രിയൻസ് ഉണ്ട്, എത്രത്തോളം ആവശ്യമുണ്ട്, അതിനനുസരിച്ച് ഏത് വളം ചേർക്കണം, പെസ്റ്റിസൈഡ് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സോയിൽ ഹെൽത്ത് കാർഡ് ഉപയോഗിച്ചാൽ ശാസ്ത്രീയമായിട്ട് അറിയാൻ പറ്റും. സോ സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളിലൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവുകളിൽ ഒന്നായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തേത് നോക്കൂ, ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ റൂറൽ സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, അതായത് 47% ആളുകൾ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുകയും ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും എന്താ പറയുക, ലെസ് ദാൻ 20% ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരികയുമുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 47% ജനങ്ങൾ GDP-യിൽ എത്രയാണ്, 20% മാത്രം വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്, അവർ ജീവിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവരെന്താണ്, സാമ്പത്തികമായിട്ട് ഇവരെപ്പോഴും എവിടെയായിരിക്കും, താഴെയായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഓവർ ക്രൗഡിങ് ഒഴിവാക്കിയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് വിടേണ്ടതുണ്ട്. അതിനാണ് എന്ത്, ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ റൂറൽ സെക്ടർ. ഈ 47%-ൽ ഒരു 15% മതി മാക്സിമം ഇവിടെ അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ബാക്കി ആളുകൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റിവിടണം. ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, പല രീതികളുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചറിൽ തന്നെ ഉപയോഗിക്കാം. ഒരു വിള വന്ന് നമ്മളിത് മുഴുവൻ റോ ആയിട്ട് എന്താണ് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവയ്ക്ക് വളരെ തുച്ഛമായ വിലയെ കിട്ടുകയുള്ളൂ അല്ലേ. ഇപ്പോൾ പഴം ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ, ഓണം സമയമാകുമ്പോൾ മാത്രം വില കൂടും, പിന്നീട് വില കുറയും അല്ലേ. അപ്പോൾ ഇതേ പഴം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ജാമാക്കി മാറ്റുന്നു എന്ന് വിചാരിക്കുക, ഒരു ബനാനയുടെ ജാമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അതൊരു ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക, ഒരു ഫുഡ് പ്രൊഡക്റ്റിൽ നമ്മൾ എന്താണ് പഴം ഉപയോഗിക്കുന്നു അല്ലേ. ഇപ്പം നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇലയട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ എന്താണ് ആ പഴം ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യുകയാണ്, ആ റോ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും വേണമെങ്കിൽ അല്ലേ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ പതുക്കെ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രികൾ വരണമെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യും, റോഡ് പണിയേണ്ടതായിട്ട് വരും. അതിലേക്ക് കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യും, വർക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ ജസ്റ്റ് കൃഷി റോ ആയിട്ടുള്ള കുറച്ച് വിളകൾ ഉണ്ടാക്കുന്നു, അത് കൊണ്ടുപോയി വിൽക്കുന്നു എന്നതിൽ നിന്ന് മാറിയിട്ട് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് റൂറൽ സെക്ടറിലേക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അത് അടുത്തൊരു ഒബ്ജക്റ്റീവാണ്. ഇനി ഇൻക്രീസിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇൻ കമ്മ്യൂണിറ്റീസ്. നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെയധികം എങ്ങനെയാണ് ഇത് കിടക്കുന്നത്, ഗ്രാമപ്രദേശങ്ങളിൽ കിടക്കുന്നത് എങ്ങനെയാണ്, ഹെൽത്ത് കെയർ ആണ് എന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സിറ്റികളുടെ അത്ര എന്തല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്രയധികം ഒരു വിശാലമായ തലത്തിൽ ആക്സസിബിലിറ്റി കുറവാണ് അല്ലേ. അപ്പം നമുക്ക് കേരളത്തിൻ്റെ മാത്രം ഒരു കേസ് വെച്ച് നമ്മളിത് കണക്കാക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഇതുപോലെ അല്ല അല്ലേ. പിന്നെ സിറ്റീസിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററോ പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ എന്താണ് ആക്സസിബിൾ ആണ്, വളരെ ചീപ്പുമാണ് അല്ലേ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും നമുക്ക് തൊട്ടടുത്ത് അവൈലബിൾ ആണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് ദ കേസ് ഔട്ട്സൈഡ് കേരള. ഇൻ മെനി സ്റ്റേറ്റ്സ് ദിസ് ഈസ് നോട്ട് ദ കേസ്. എല്ലാ സ്റ്റേറ്റ്സും എന്നല്ല, ചില സ്റ്റേറ്റ്സിലൊന്നും ഇങ്ങനെയല്ല ഉള്ളത് എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, റൂറൽ സെക്ടറിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആക്സസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ആക്സസ് ടു എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും നമ്മൾ ചിലവാക്കുന്ന അവിടുന്ന് തന്നെ അപ്പം തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു രീതി അല്ല ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇവ രണ്ടും എന്താണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ജനത ഉണ്ട് എന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ എന്താണ് ശക്തമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന് വളരെയധികം നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും, ഒരു വലിയൊരു മുതൽക്കൂട്ടാകാൻ സാധിക്കും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ
നിങ്ങൾക്കറിയാലോ UK എന്താണ് പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന രീതിയിലേക്ക് UK എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ UK വൺ ഓഫ് ദി ഇഷ്യൂസ് പറയുന്നത് അവിടുത്തെ ഹെൽത്ത് സെക്ടർ വലിയ ക്രൈസിസിലാണ് എന്ന് പറയുന്നുണ്ട്. ഹെൽത്ത് സെക്ടറിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ അറൗണ്ട് 3 lakhs ഓഫ് നഴ്സുമാരെ അവിടെ ആവശ്യമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പല ആളുകളും ഇന്ത്യയിൽ നിന്നൊക്കെ പോകാൻ റെഡിയാണ്, പക്ഷേ അവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ജോലിക്കായിട്ട് എടുക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ എക്കണോമിക് ക്രൈസിസ്. മനസ്സിലാവുന്നുണ്ടോ? ട്രക്ക് ഡ്രൈവർമാരെ അവിടെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഹെൽത്ത് സെക്ടർ അവിടെ താഴത്തേക്ക് വന്നോട് കൂടിയിട്ട് അവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷൻ്റെ ആരോഗ്യ, അതായത് എമർജൻസി ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് പോലും 48 മണിക്കൂറോളം വെയിറ്റിംഗ് പീരീഡാണ്. കാരണം അത്രയും ഡോക്ടർമാരും നഴ്സുമാരും കുറവാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിലൊരു ക്രൈസിസ് UK പലയിടങ്ങളിലും ഫേസ് ചെയ്യുന്നത് കാരണം അത് അവരുടെ വർക്കിംഗ് പോപ്പുലേഷനെ ബാധിക്കുകയും അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും അത് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എഡ്യൂക്കേഷൻ്റെയും ഹെൽത്ത് കെയറിനുമുള്ള ആക്സസ് വർദ്ധിപ്പിക്കുക എന്നത് നമ്മളുടെ ടോട്ടലായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് പ്രത്യേകിച്ചും ഇനി അതിനപ്പുറത്തേക്കുള്ള ടോട്ടൽ ഡെവലപ്മെൻറ്റിലേക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇവയോരോന്നും, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു IAS കാരനുണ്ടായിരുന്നു. അദ്ദേഹം മണിപ്പൂരിലോ നാഗാലാൻഡിൽ, എനിക്ക് കൃത്യമായി നോർത്ത് ഈസ്റ്റിലൊരു ഒരു സ്ഥലത്താണ്. ഒരു IAS കാരനായിട്ടൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഒരു ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമുകളിലുള്ള ഒരു ഗ്രാമമാണ്. മലകളുടെ ഉള്ളിൽ അവിടെ ഒരു വാലിയിലാണ് അവർക്ക് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യണം, ഇവരുടെ പ്രൊഡക്ട്സ് ഇവരെന്ത് ചെയ്യും, ഈ മലയൊക്കെ ഇറങ്ങി വന്നിട്ട് സിറ്റിയിൽ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി എന്താ അറിയോ കൂട്ടുകാർക്ക്? തക്കാളി പോലെയുള്ള ചില സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ഇവരുടെ കൃഷി. അപ്പോൾ ഇവരിവിടുന്ന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു റോഡാണുള്ളത്. ഈ റോഡിലൂടെ ഇറങ്ങിയിട്ട് അവർ ഇവിടേക്ക് എത്തുന്ന സമയത്തേക്ക് ഇവർക്ക് അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറോളം, 12 to 14 മണിക്കൂർ എടുക്കും ഇവരുടെ ടോട്ടൽ ജേണി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ തക്കാളി പറിച്ചു, എടുത്തു വെച്ചു, ഒരു ദിവസം സ്റ്റോർ ചെയ്തു, അതിനൊരു ദിവസം എടുക്കും അല്ലേ? അടുത്ത ദിവസം വണ്ടി എടുത്തു, ഇത് മൊത്തമായിട്ട് എന്ത് ചെയ്തു, താഴത്തേക്ക് അവർ ഇറങ്ങി വരികയാണ്. ചില ഫ്രൂട്ടുകളൊക്കെ എന്താണ് ഉടനെ, ഇപ്പോൾ പഴം പോലെയുള്ള, ബനാന പോലുള്ള ചില സാധനങ്ങളും മറ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് കൊണ്ടുവന്ന് ഉടനെ കൊടുക്കേണ്ടതുണ്ട് അല്ലേ, ഉടനെ വിറ്റ് പോകേണ്ടതുണ്ട്. 12-14 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവരെന്ത് പറയുമോ, ഈ സിറ്റിയിലുള്ള കച്ചവടക്കാർ ഇവർക്ക് തോന്നിയ വില പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കിനി ഇതേ സാധനം വെച്ചിട്ട് ഇത്രയും ദൂരം തിരിച്ചു പോകാൻ പറ്റുമോ, മറ്റെന്തെങ്കിലും, അത് ഈ വരുന്ന ദുർഘടമായ പാതയിൽ ആരും ഒരു കച്ചവടവും ഇല്ല, കാരണം ഈ വഴിക്ക് ആരും വണ്ടി ഓടിക്കാറില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ IAS കാരൻ വന്നിട്ട് എന്ത് ചെയ്തു അറിയോ, ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ, അതുപോലെ തന്നെ CSR എന്താ പറയുക പ്രൊജക്റ്റ്, ഒരുപാട് കാലമായി ഗവൺമെൻറ്റിനോട് പറഞ്ഞു റോഡ് വേണമെന്ന്, കേൾക്കുന്നില്ല. ഇദ്ദേഹം CSR പ്രൊജക്റ്റുകളിലൂടെയും ക്രൗഡ് ഫണ്ടിങ് ഒക്കെ കൂടി നടത്തിയിട്ട് അന്ന് ഫേസ്ബുക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്ത് ചെയ്തു അറിയോ, ഇവിടുന്ന് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന, ചന്തയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കിടിലൻ റോഡ് കിട്ടി. ഈ 12-14 മണിക്കൂർ എന്നുള്ളത് ഇവർക്ക് 2 മുതൽ 3 മണിക്കൂറായിട്ട് ഇവരുടെ ടോട്ടൽ ട്രാവൽ ടൈം കുറഞ്ഞു. അതോടുകൂടി എന്തായി, ഇവരുടെ ബാർഗെയിനിങ് പവർ കൂടി. ഇവിടെ വന്നിട്ട് ഇവർ തോന്നിയ വില പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവാണ്, കുഴപ്പമില്ല, ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ചെയ്തോളാമെന്ന് എന്ത് ചെയ്തു, അവർ പറയാൻ തുടങ്ങി. അതോടുകൂടി എന്ത് ചെയ്തു, അടുത്ത ദിവസത്തേക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നുള്ള തലം വന്നു ഇവർക്ക്. മനസ്സിലാവും, ഇവിടെ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ തിരിച്ചു കൊണ്ടിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം നോക്കിയിട്ട് ചെയ്യാം, ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്നായി. മനസ്സിലാവുന്നുണ്ട്? ഓൾസോ റോഡ് നന്നായിട്ട് സൈഡിൽ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ സിറ്റി വരെ വരണ്ട, പകരം എന്താണ്, ഇവിടെയും കൊണ്ടുവന്നിട്ട് വിൽക്കാമെന്ന തലം വന്നു. അപ്പോൾ സിറ്റിയിലത്തെ ആൾക്കാർ എന്ത് ചെയ്തു, ഈ ഫ്രഷ് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ശരിയായിട്ടുള്ള വില കൊടുക്കാനായിട്ട് തുടങ്ങി. ഇത് ഒരൊറ്റ ഉദാഹരണമാണ്, ഒരു റോഡിൻ്റെ കഥ മാത്രമാണത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. റോഡിൻ്റെ ഉണ്ട്, കേരളം പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ എന്താണ്, ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ തലത്തിലുള്ള കമ്മ്യൂണിക്കേഷന് ഉതകുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്. ഇവയെല്ലാം എന്തിലേക്ക് നയിക്കും, ഇവയെല്ലാം റൂറൽ തലത്തിലുള്ള വലിയൊരു റവല്യൂഷനിലേക്ക് നയിക്കും. സോ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പഴത്തിൻ്റെ കാര്യം പറയില്ലേ, പഴം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ചിലപ്പോൾ കർഷകന് കിട്ടുന്നത് 3-4 രൂപയായിരിക്കും. ഓണം സമയത്താകുമ്പോൾ ചിലപ്പോൾ 10-20 രൂപ കിട്ടുമായിരിക്കും. പക്ഷേ അത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 60 രൂപയ്ക്കായിരിക്കും. ഇന്നിപ്പോൾ അച്ഛൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു കേട്ടു 60 രൂപയാണ് നേന്ത്രപ്പഴം. ഓണം വരാറായപ്പോഴേക്കും വില കൂടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ കർഷകന് കിട്ടുന്ന ഇത്രയും ഉണ്ടാവുള്ളൂ. ഇനി ഇതേ കർഷകൻ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കും നിങ്ങൾ, ഇത് ജാമാക്കി മാറ്റുകയാണ്. ജാമാക്കി മാറ്റി ഉടനെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് വേണം, കോൾഡ് സ്റ്റോറേജ് വേണം അല്ലേ. എന്ത് വേണം, ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം, തണുപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കർഷകൻ എന്ത് ചെയ്യാം, സുഖമായിട്ട് ഇതിൽ സൂക്ഷിക്കാം.
അല്ലെ? സുഖമായിട്ട് ഇതിൽ സൂക്ഷിക്കാം, എന്നിട്ട് വില കൂടുന്നതനുസരിച്ച് കൊടുത്താൽ മതി. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിലോ ജാം ആക്കിയിട്ട് ഉടനെ കൊണ്ടുപോയിട്ട് വിൽക്കേണ്ടി വരും, കിട്ടുന്ന വില വാങ്ങിയിട്ട് വരേണ്ടി വരും. കോൾഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിലോ സുഖമായിട്ട് സൂക്ഷിക്കാം, എന്നിട്ട് എന്താണ് തോന്നുന്ന രീതിയിൽ കൃത്യമായി അതെന്താണ് റിലീസ് ചെയ്താൽ മതി. അപ്പോൾ മാർക്കറ്റിലും എങ്ങനെ നിൽക്കും, വില കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഈസ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. അടുത്ത എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് റൂറൽ റിസർച്ച്, അത് റൂറൽ ഏരിയാസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലേ, എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക്? നമ്മൾ ഇതിൻ്റെയൊക്കെ പല പല പദ്ധതികൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സ്കില്ലുകൾ വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ നോളജ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ, അത് എന്തുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന, അക്ഷയ സെൻറ്ററിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത്? അവർക്ക് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള സ്കില്ല് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ MSMEs നിങ്ങൾക്കറിയാമല്ലേ, MSMEs പല എന്താ പറയുക, MSMEസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പലതും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ടപ്പുകളും മറ്റും തുടങ്ങാൻ പറ്റും ഇതിൻ്റെ തലത്തിൽ. അതിനെല്ലാം എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം അല്ലേ. സ്കിൽഡ് ആയിട്ടുള്ള, എങ്ങനെ ചെയ്യണമെന്നറിയുന്ന ആളുകൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇവയെല്ലാം ഇനി എന്തിനാണ് ചെയ്യുന്നത്? ഇതെല്ലാം എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? പോവർട്ടി അലിവിയേഷൻ അല്ലേ. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്കറിയാം, ദാരിദ്ര്യം ഏറ്റവും അധികം ഇപ്പോഴുമുള്ള സ്ഥലങ്ങളിലൊന്നും ഏതാണ്? ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ്. ആവശ്യമുള്ള സൗകര്യങ്ങളില്ല, കൂലി കുറവാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാറ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വയം എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും, അല്ലെങ്കിൽ അവർ എന്താ പറയുക, ഫുഡ് പ്രോസസ്സിങ് ഫാക്ടറികൾ തുടങ്ങും ചിലപ്പോൾ. അങ്ങനെ കൂടുതൽ ആൾക്ക് ജോലി കിട്ടും, പണം ഒഴുകാൻ തുടങ്ങും. പതുക്കെ ഒരു ഗ്രാമീണ എന്ത് തുടങ്ങും? ഒരു എക്കണോമിക് സിസ്റ്റം, ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തനിയെ ഉണ്ടാകാനായിട്ട് തുടങ്ങും. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക്, പോവർട്ടി അലീവിയേഷനിലേക്ക് നയിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇനീഷ്യേറ്റീവുകൾ. എന്തെല്ലാം ഇനീഷ്യേറ്റീവുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവുകളിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിലവിൽ എടുത്തു തുടങ്ങിയിട്ടുള്ളത്? അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഫസ്റ്റ് തിങ് ഈസ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. ഏതാണ്? ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? നെല്ല് മാത്രം കൃഷി ചെയ്യും. എന്ത് ചെയ്യും? നെല്ല് മാത്രം കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒന്നും കൃഷിയില്ല. കാരണം എന്താണ്? അതാണ് ശീലം. മനസ്സിലാവുന്നുണ്ടോ? നെല്ല് മാത്രം കൃഷി ചെയ്യും. ഇപ്പോൾ വന്ന പോലെ വലിയൊരു മഴ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്ത് ചെയ്യും? അങ്ങ് നശിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് നെല്ല് മാത്രം കൃഷി ചെയ്യാതെ എന്ത് ചെയ്യാനായിട്ട് നോക്കുകയാണ്? നെല്ലിനോടൊപ്പം പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഇടവിളയായിട്ടാണെങ്കിൽ അങ്ങനെ, അതിനോടൊപ്പം തന്നെ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. ഏത് രീതിയിലാണ് ക്രോപ്സിനെ, വിളകളെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് വിപുലീകരിച്ച് പല പല വിളകളായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് എന്നെന്ത് ചെയ്യുകയാണ് നോക്കണം. ഇത് എന്തുകൊണ്ടാണ്? രണ്ട് തലങ്ങളാണ്. ഒന്ന് റിസ്ക് റിഡക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? നെല്ല് പോയാലും എന്താണ്? മറ്റൊന്ന് നമുക്ക് ലഭിക്കും. ഇതാണ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഐഡിയ. പിന്നൊന്ന് കൊമേഴ്ഷ്യലൈസേഷനാണ്. നെല്ലിനേക്കാളും കൂടുതൽ വില കിട്ടുന്ന, അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മളുടെ ഇതേപോലെ തന്നെ IAS ഉണ്ടായിരുന്ന നമുക്കറിയാം കളക്ടർ ബ്രോ എന്ന് വിളിക്കുന്ന പ്രശാന്ത് നായർ ഉണ്ടായിരുന്നു. അദ്ദേഹം പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു ഭക്ഷ്യവകുപ്പിലോ നാണ്യവിള വകുപ്പിലോ അങ്ങനെ ഏതോ ഒരു വകുപ്പിലാണ് അദ്ദേഹം വന്ന് ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി, അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ഹെഡായിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഭക്ഷ്യവകുപ്പാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം ചേർന്ന ഉടനെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നെൽകൃഷി ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്നത്. എന്തുകൊണ്ടാണ്? നെൽകൃഷി ചെയ്യുന്ന അതേ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക? നാണ്യവിളകൾ നമ്മൾ കൃഷി ചെയ്യുക. മനസ്സിലാവുന്ന ക്യാഷ് ക്രോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. അവ നമ്മൾ എന്ത് ചെയ്യുക? ശക്തമായിട്ട് കയറ്റി അയക്കുക. അതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ഉണ്ടാകും. അത് വെച്ച് നമുക്ക് നെല്ല് വാങ്ങാം എന്നാണ് പറയുന്നത്. ഇത് ആരും നെൽകൃഷി ചെയ്യരുത് എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ നെൽകൃഷി ചെയ്ത് നെൽകൃഷി ലാഭത്തിലാക്കുക എന്നത് ഇനി അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാഭമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഇദ്ദേഹം നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ് ഓർഗാനിക് ഫാമിംഗ്. ഏതാണ്? ഓർഗാനിക് ഫാമിംഗ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഓർഗാനിക് ഫാമിംഗ് എന്ന ഇനീഷ്യേറ്റീവ് നമ്മളെ നയിക്കുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം കൂട്ടർ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ നമ്മളുടെ ഒരു തലമുറയുണ്ട്, ഇനി മറ്റൊരു തലമുറ വരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരുന്നു. ഈ രണ്ട് തലമുറകൾക്കും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇന്ന് നമുക്കിവിടെ കിട്ടുന്ന നമ്മുടെ റിസോഴ്സുകൾ ഇവർക്കും എന്താണ്
അവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി ഡെവലപ്മെൻറ്റ് നടത്തുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വളരെ ചുരുക്കി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ല. ഇനി വരുന്ന ആളുകൾക്കും ഉപയോഗിക്കണം എന്ന തലത്തിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മളുടെ റിസോഴ്സുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് ബേസിക്കലി നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു ഒരു വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, നമ്മളുടെ റൂറൽ തലത്തിൽ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓർഗാനിക് ഫാമിംഗ്, അല്ലേ? നമുക്കറിയാം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് എന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പല രീതിയിൽ എന്താ പറയുക ഡയറി ഫാമുകൾ പലതും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഡയറി ഫാമുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, പല മൃഗങ്ങളുണ്ടാകും. ആ മൃഗങ്ങളുടെ എന്താ പറയുന്നത്, ഇപ്പോൾ ചാണകവും മറ്റുള്ള കാര്യങ്ങളുണ്ടാകും. അത് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഗോബർ ഗ്യാസ് പോലുള്ള ഗ്യാസ് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ഇവ വളമായിട്ട് ഉപയോഗിക്കാം. അത് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഒന്നും വേസ്റ്റ് ആക്കാതെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലൂടെ റിസോഴ്സുകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ, എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും എന്ത് ചെയ്യും, പദ്ധതികളും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യായിരിക്കും, അതായത് കൗശൽ വികാസ് യോജന എന്ന രീതിയിൽ ഒരുപാട് എന്താണ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കീമുകളിലേക്ക് നമ്മൾ പഠിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് പഠിക്കാം. ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ കേരള തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം, അല്ലേ? കേരളത്തിൽ എന്തുണ്ട്, ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ സ്കീമുകളിലൂടെയാണ് നമ്മൾ ഓരോ വിഭാഗങ്ങളെ, അത് ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കാം, സ്ത്രീകളും കുട്ടികളും ആയിരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ പ്രസവാനന്തരമായിട്ടുള്ള സഹായങ്ങൾ വേണ്ട ആളുകളായിരിക്കാം, പ്രായമുള്ള ആളുകളായിരിക്കാം, അല്ലേ? ഏതെങ്കിലും രോഗാവസ്ഥയുള്ള ആളുകളായിരിക്കാം. ഇവർക്ക് എല്ലാവർക്കും വേണ്ട ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെൻറ്റുകൾ കൊടുക്കേണ്ടത് മറ്റൊരു ഇനീഷ്യേറ്റീവാണ്. ഓൾസോ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ പ്രൊഡക്ഷൻ ഡൈവേഴ്സിഫൈ ചെയ്തു, വിവിധങ്ങളായിട്ടുള്ള ഇപ്പോൾ ഫ്രൂട്ട് പ്രോസസ്സിംഗ് ആണെന്നെങ്കിൽ തന്നെ അതിൽ തന്നെ പല തലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ ഡൈവേഴ്സിഫൈ ചെയ്തു. പല എന്താ പറയുക പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങി, എല്ലാം ചെയ്തു. ഇതിനെല്ലാത്തിനും ശേഷം എന്ത് ചെയ്യേണ്ടതുണ്ട്, വി ഹാവ് ടു മാർക്കറ്റ് ഇറ്റ് പ്രോപ്പർലി, അല്ലേ? മാർക്കറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്കിത് ചെയ്യേണ്ടത്. ഈ അടുത്തായിട്ട് ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും അധികം നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു കാര്യം എന്താ, നമുക്ക് വെള്ളമാണ്, അല്ലേ? വാട്ടർ നമുക്ക് ലഭ്യമാണ്. ഇദ്ദേഹം ഏതോ ഒരു ഹോട്ടലിൽ പോയപ്പോൾ, ലോസ് വേഗാസിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ലോസ് വേഗാസിലോ ലോസ് ഏഞ്ചൽസിലോ ലോസ് വേഗാസിലോ എവിടെ ഒരു സ്ഥലത്ത് അദ്ദേഹം പോയ സമയത്ത് അവിടെ ഹോട്ടൽ, അതായത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. അവിടുത്തെ അദ്ദേഹം കിടന്ന സമയത്ത് അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള ഒരു സൈഡ് ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ബോട്ടിലാണ് അത്ര ഉണ്ടായിരുന്നത്. ഭയങ്കര വിലയുള്ള ബോട്ടിലായിരുന്നു അത്ര ഇത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ആ കുഞ്ഞു രാജ്യം അവിടുത്തെ വെള്ളത്തിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ആ വെള്ളത്തിനെ പ്രോസസ്സ് ചെയ്ത് വളരെ അടിപൊളിയാക്കി മാറ്റി എന്ത് ചെയ്യുകയാണ്, ഇവിടേക്ക് അയക്കുകയാണ്. അദ്ദേഹം ആലോചിച്ചിരുന്നത്രേ, നമുക്ക് എത്ര വെള്ളമാണ് മഴയത്ത് വെറുതെ വേസ്റ്റായി പോകുന്നത്, ഇതെല്ലാം ശേഖരിച്ച് വളരെ കൃത്യമായി ടാപ്പ് ചെയ്ത് അത് എന്താ പറയുക വളരെ ക്വാളിറ്റിയുള്ളൊരു വെള്ളമാക്കി, കുടിവെള്ളമാക്കിയിട്ട് എല്ലാ പ്രോസസ്സുകളിലൂടെയും കടന്നുപോയി ഏറ്റവും ശുദ്ധമായ വെള്ളമാക്കിയിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ വിൽക്കാം. ഇനി അല്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം അല്ലേ, നമ്മളുടെ എന്താണ് മിഡിൽ ഈസ്റ്റ് ഉണ്ട് അല്ലേ, അതായത് വെസ്റ്റ് ഏഷ്യൻ സ്ഥലം മിഡിൽ ഈസ്റ്റ് ഉണ്ട്. അവിടുത്തെ ആളുകളൊക്കെ ഗൃഹാതുരതയോട് കൂടിയിട്ടിരിക്കുന്ന ആളുകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം എന്ന തലത്തിലേക്ക് ഒരു വാട്ടർ എന്താ പറയുക ഒരു കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങി കുടിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ കുടിക്കുമായിരിക്കാം, ചിലപ്പോൾ കുടിക്കില്ലായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് എന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റിംഗ് മെക്കാനിസങ്ങൾ എങ്ങനെയാണ് എന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട് പറഞ്ഞു. ഇതും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റും എന്താണ് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം, അല്ലേ? ഈ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന സമയത്ത് അതെന്താണ് വൺ ഓഫ് ദ മാർക്കറ്റിംഗ് മെക്കാനിസങ്ങൾ കൂടെ അതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ ഇത്തരം ഇനീഷ്യേറ്റീവുകളാണ് നമ്മൾ എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫിസിക്കൽ ഇൻപുട്സ്, സോഷ്യൽ ഇൻപുട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻപുട്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻപുട്ടുകളെ നമ്മൾ തരംതിരിക്കാറുണ്ട്. അതായത് എന്തെല്ലാമാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന തലത്തിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കൂ കൂട്ടുകാർ. ഒന്ന്, ഫിസിക്കൽ ഇൻപുട്സ് എന്ന് പറയുന്നു. ഫിസിക്കൽ ഇൻപുട്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന തലത്തിലുള്ള ആദ്യം പറഞ്ഞില്ലേ, ആ തലത്തിൽ വരുന്ന കുറേ കാര്യങ്ങൾ. ഫീഡർ റോഡുകൾ, അതായത് ഫീഡർ റോഡുകൾ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഹൈവേ ഇങ്ങനെ പോകുന്നുണ്ടാവും, അല്ലേ?
ഒരു പ്രധാനപ്പെട്ട ഹൈവേ പോകുന്നുണ്ടാവും. ഗ്രാമം കിടക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും ഗ്രാമം കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്ത് പോകേണ്ടതുണ്ട്? ഒരു ഫീഡർ റോഡ് എന്ത് ചെയ്യേണ്ടതുണ്ട്? പോകേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാമങ്ങൾ എവിടെയായിരിക്കും? പെരിഫറിയുടെയും അപ്പുറത്ത് കിടക്കുന്നവയായും ഗ്രാമങ്ങൾ. അപ്പോൾ ഇവയിലേക്കുള്ള ഈ ഫീഡർ റോഡുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുണ്ടാകേണ്ടത്. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് എന്താണ്, ഈ ഗ്രാമത്തിൻ്റെ ഇപ്പുറത്ത് കൃഷി ചെയ്യുന്നു. ആ കൃഷി ഇവിടെ എന്താണ്, ഇവർ ചെറിയൊരു ഒരു കുഞ്ഞൊരു ഫാക്ടറി തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, ഈ ഇവിടെ നിറയെ പഴം കൃഷി ചെയ്യുകയാണ്. അത് ജാമാക്കി മാറ്റി. ഈ ജാം വളരെ വേഗത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹൈവേയിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ദിസ് ഫീഡർ റോഡ് എന്ത് വേണം? വളരെ നല്ല റോഡായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ ഫീഡർ റോഡുകൾ, ഇൻലാൻഡ് വാട്ടർ വേസ്. ഇനി ഇത് ആലപ്പുഴയുടെ ഒരു ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് റോട്ടിൽ കയറി എന്താ പറയുക, ലോറിയിലൂടെ ഇത് കത്തിച്ച് പോണേക്കാളും നല്ലത് ഇവിടെ നിന്നൊരു ബോട്ടിലേക്ക് എടുത്തിട്ട് എന്താണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അവർക്ക് താല്പര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരെ ഇപ്പുറത്തെ കടലാണെങ്കിൽ ഇവിടേക്ക് അത് ഇറക്കിയിട്ട് ഇവിടേക്ക് എന്താ ഇൻലാൻഡ് വാട്ടർ വേ കൂടെ വേണ്ടി വരും കടലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് നല്ലതാണെങ്കിൽ എന്താണ്, സൗകര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എന്നിട്ട് എന്ത് ചെയ്യാം? ഇവർക്ക് മുകളിലേക്ക് എവിടേക്കാച്ചാൽ കൊണ്ടുപോകാൻ സാധിക്കും. സോ ഫീഡർ റോഡുകൾ, ഇൻലാൻഡ് വാട്ടർ വേസ്, ഇലക്ട്രിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ജാം ഉണ്ടാക്കുന്നൊരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കറണ്ട് വളരെ കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നൊരു സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമോ? അത് തുടങ്ങാനായിട്ട് സാധിക്കുകയില്ല. ഓൾസോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും വളരെ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. ഇവയൊക്കെ ഫിസിക്കൽ ഇൻപുട്ടുകളാണ്. ഇനി സോഷ്യൽ ഇൻപുട്ടുകൾ. എന്താ സോഷ്യൽ ഇൻപുട്ടുകൾ? സൊസൈറ്റിയുടെ സാമൂഹികപരമായിട്ടുള്ള എന്താ പറയുക, ചില ഇൻപുട്ടുകൾ കൊടുക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയവയാണ് സോഷ്യൽ ഇൻപുട്ടുകൾ. സാമൂഹികപരമായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ? നല്ല ആരോഗ്യകരമായിട്ടുള്ള എന്ത് വേണ്ടതുണ്ട്? ആരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. ഇവ രണ്ടും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. കൂടുതലായിട്ട് നമുക്ക് സ്കീമുകളിലൂടെ ചർച്ച ചെയ്യാം. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻപുട്ടുകൾ, അതായത് ദർ ആർ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ? എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഉണ്ട്, ബാങ്കുകളുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്രെഡിറ്റ് ഫെസിലിറ്റികൾ ലഭ്യമാക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫാക്ടറി തുടങ്ങാൻ ഗ്രാമത്തിലെ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് സാധിക്കണമെന്നില്ല. സോ പ്രോപ്പർ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് എളുപ്പമായിരിക്കും അല്ലേ? ഓൾസോ റിസർച്ച് ഫെസിലിറ്റികൾ വരേണ്ടതുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതേ പ്രദേശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലുള്ള എന്ത് വേണം? വിത്തുകൾ വേണം നമുക്ക്. അത്തരം വിത്തുകൾ എങ്ങനെയാണ്? റിസർച്ച് ഫെസിലിറ്റികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാമാണ് ഇവിടെ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻപുട്ടുകൾ എന്ന തലത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഫിസിക്കൽ ഇൻപുട്ടുകളുണ്ട്, സോഷ്യൽ ഇൻപുട്ടുകളുണ്ട്, ഒപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻപുട്ടുകളുമുണ്ട് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പോകുന്നത് എവിടെയാണ്? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു റൂറൽ ക്രെഡിറ്റുകൾ. അതായത് ഈ പ്രിൻസിപ്പിളുകൾ എന്ന തലം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന തലം ആക്ച്വലി എന്താണ്? ഒരു തിയറിറ്റിക്കൽ തലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവയിലെല്ലാം എന്താണ്? നമുക്ക് തിയറികൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്നതാണ് വേണ്ടത് എന്ന തലത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇവയുടെ സ്കീമുകൾ, റൂറൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് റൂറൽ ക്രെഡിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള എന്താ പറയുക വിശദമായിട്ടുള്ള കാര്യങ്ങൾ എക്കണോമിയുടെ തലത്തിലും അതുപോലെ തന്നെ എന്താണ് ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റൂറൽ ക്രെഡിറ്റ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്താണ് ബാങ്കുകളിൽ എന്ത് കൊടുക്കുന്നു പറയാത്തത് നിങ്ങൾ ആലോചിക്കണം. അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നേ ഉള്ളൂ. ഇത് നമ്മൾ എന്താണ് പ്രിൻസിപ്പിളുകൾ, ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആ ഒരു തലം തിയറിറ്റിക്കൽ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇത് എന്ന് കൂട്ടുകാരെ മനസ്സിലാക്കുക. ഇനി റൂറൽ ക്രെഡിറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും റൂറൽ ക്രെഡിറ്റിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ് കൂടുതലുമായിട്ട് ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അത് മാത്രമല്ല സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള എന്താ പറയുക എന്തെങ്കിലും ഫാക്ടറികളും ഇൻഡസ്ട്രികളും തുടങ്ങാനുള്ള തലത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? റൂറൽ ക്രെഡിറ്റ് പോകുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡിവിഷനുകളുണ്ട്. ഇനി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്രം സീഡിങ് ടു ഹാർവെസ്റ്റിംഗ് എന്ത് ചെയ്യേണ്ടതുണ്ട്? പല തലങ്ങളിൽ അവർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഇപ്പോൾ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം മെഷീൻസ് ഉണ്ട് അല്ലേ? ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രോണുകൾ വിത്ത് വിതയ്ക്കാൻ. കേരളത്തിൽ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തോ ആരൊക്കെയോ കൂടി ചേർന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്താണ് ഡ്രോണുകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വിത്ത് വിതയ്ക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവയിൽ ഈ അനാവശ്യമായിട്ടുള്ള കീടങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കീടനാശിനി തളിക്കാൻ വേണ്ടി ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ക്രെഡിറ്റ് ആവശ്യമാണ്. ഇനി അപ്പോൾ മാത്രമാണോ പ്രൊഡക്ഷൻ്റെ ഓരോ തലത്തിലും അല്ലേ? വിത്ത് വിതയ്ക്കുന്ന സമയത്താണെങ്കിൽ, അതുപോലെ വളരുന്ന സമയത്ത് ഇതുപോലെ കീടനാശിനികൾ തളിക്കാനാണെങ്കിൽ, വിത്ത് അതെന്താ കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഹാർവെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അതിനുശേഷം അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, സ്റ്റോറേജ് യൂണിറ്റുകൾക്കാണെങ്കിൽ എല്ലാത്തിനും എന്ത് വേണം? ക്രെഡിറ്റ് വളരെയധികം സഹായകരമാണ്. സോ ഹോൾ പ്രോസസ്സിൽ എന്ത് വേണം? ക്രെഡിറ്റ് ആവശ്യമുണ്ട്. ഇനി ക്രെഡിറ്റ് രണ്ട് തലത്തിൽ ജനങ്ങൾക്ക് കിട്ടാറുണ്ട്. ഒന്ന് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകളുണ്ട്, മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകളുണ്ട്. എന്താ ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അല്ലാണ്ടെയുള്ള മണി ലെൻഡർമാർ വഴിക്ക് റിലേറ്റീവുകളുടെ കയ്യിൽ നിന്ന്
ട്രേഡർമാരുടെ കയ്യിൽ നിന്ന്, ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ നിന്ന്, ഇങ്ങനെയൊക്കെ കിട്ടുന്നവയാണ് ഈ ക്രെഡിറ്റുകൾ. പക്ഷേ ഇവയ്ക്ക് ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്സിനുള്ള ഒരു റിസ്ക് എന്താണ്? അവ പലപ്പോഴും ലാപ്സായി പോകാനും അവയുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം ഹയർ ആകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെൻറ് പണ്ട് മുതലേ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകൾ ധാരാളമായിട്ട് ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ബാങ്കിൻ്റെ ദേശസാൽക്കരണത്തിലൂടെ പ്രധാനമായിട്ടും എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്തായിരുന്നു? അതിന് പല ഉദ്ദേശങ്ങളുടെ രാഷ്ട്രീയവും അല്ലാത്തതായിട്ടുള്ള പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും ബാങ്കുകളുടെ ദേശസാൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്തായിരുന്നു? ഈ രീതിയിൽ ഗവൺമെൻറ്റിന് തന്നെ പദ്ധതികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ്റിന് തന്നെ എന്താണ്, ഇപ്പം മിനിമം ഇത്ര പെർസെൻറ്റേജ് അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് കൊടുത്തിരിക്കണം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റൂൾ ഉണ്ടാക്കാനും മറ്റുമൊക്കെ സാധിക്കും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റുകൾ കൊടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലോടും എന്ത് ചെയ്തു? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്നീ രീതിയിൽ എന്താണ് കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. റീജിയണൽ റൂറൽ ബാങ്കുകൾ ആരംഭിച്ചു അല്ലേ? ഇവ വളരെ കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നബാർഡിൻ്റെ കീഴിൽ അല്ലേ? നബാർഡിൻ്റെ കീഴിലുള്ള റീജിയണൽ റൂറൽ ബാങ്കുകൾ ഈ ഒരു കൃത്യമായ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഗവൺമെൻറ്റിന് തന്നെ ഇടപെട്ടിട്ട് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓൾസോ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒന്നിച്ചു കൂടിയിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം തന്നെ ക്രെഡിറ്റുകൾ സംഘടിപ്പിക്കുകയും അല്ലെ ചിട്ടികളും മറ്റൊക്കെ തുടങ്ങുകയും മറ്റൊക്കെ ചെയ്തിട്ട് എന്താണ് ക്രെഡിറ്റുകൾ ലഭ്യമാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ലഭ്യമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവയെക്കുറിച്ചിട്ടുള്ള സ്കീമുകളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇനി എന്താണ് ജനറലായിട്ട് കൂട്ടുകാരോട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം വന്നിട്ട് താഴെ തന്നിട്ടുള്ളവയിൽ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ ഏത്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളുകളുടെ സ്വഭാവം എന്ന് ചോദിക്കുകയാണെങ്കിൽ താഴെ നമ്മൾ പറയാൻ പോകുന്നവ വളരെ പ്രധാനപ്പെട്ട റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിളുകൾ താഴെ പറയുന്നവയാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആസ് ഐ ടോൾഡ് യു പീപ്പിൾ, ഒരു പ്യുവർലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുകൾ എന്ന തരത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അവയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതായിരിക്കും. നോക്കൂ, എന്തൊക്കെ പ്രിൻസിപ്പിളുകളാണ് നമ്മളൊരു റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന തലത്തിലേക്ക് പ്ലാൻ ഇടുന്ന സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? അതായത് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വികസനത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് കുറച്ച് പേർക്ക് മാത്രമല്ല. എന്താണ്? എൻഷുറിങ് ദാറ്റ് ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് റൂറൽ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ബെനിഫിറ്റ് ഫ്രം ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. അതായത് ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ അടുത്തായിട്ട് ഞാനൊരു ഒരു വീഡിയോ കാണുമായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയുടെ ഗ്രോത്ത് എൻജിൻ, ഒരു ചൈന എങ്ങനെ പ്രവർത്തിച്ചു, അതുപോലെ തന്നെ ഇന്ത്യ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചൈന നമ്മളെക്കാൾ ഒരു 10 വർഷത്തോളം മുമ്പ് എന്ത് ചെയ്തു? ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ അപ്പ് ആക്കിയത്. ബട്ട് സ്റ്റിൽ ഇന്ത്യ ഓപ്പൺ അപ്പ് ആക്കി LPG റിഫോമുകളിലൊപ്പം തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും എന്ത് ചെയ്തു? നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചൈനയിൽ പക്ഷേ ഈ ലോക്കൽ ബോഡികൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ലോക്കൽ ബോഡികൾ പക്ഷേ അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. 2-3 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് ബ്യൂറോക്രറ്റൈസേഷൻ പറയുന്നുണ്ട്. ജില്ലാതലത്തിൽ മുതൽ താഴത്തേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ ഒരുപാടുണ്ട്. അവിടുത്തെ ലോക്കൽ ബോഡിയിൽ നിന്ന് അവർക്ക് തന്നെ തീരുമാനിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ അവർക്കുള്ള ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്? മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനൊന്നും കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇപ്പോഴും പ്രോപ്പർലി കിട്ടുന്നില്ല. ഇപ്പോൾ വനിതകൾക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്ന്, ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ആമസോൺ പ്രൈമിൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പുതിയൊരു വെബ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതിലെങ്ങനെയാ വെച്ചാൽ ആ ഒരു ഭുലേറ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഉത്തർപ്രദേശിലെ. അവിടുത്തെ സജീവ് എന്ന് പറയും. സജീവ് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ. സജീവ് എന്ന് പറയുന്ന ആൾ അത് ശരിക്കും അവിടെ ഒരു സ്ത്രീയാണ്, വിമണാണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഈ സജീവ് സെക്രട്ടറി ആണെന്നു അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അവർ ശരിക്കും ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഒരു സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവാണ് എന്ത് ചെയ്യുന്നത്? എല്ലാം നോക്കുന്നത്. കാരണം എന്താ? ആ ഭർത്താവായിരുന്നു കാലങ്ങളായിട്ട് അവിടെ പ്രസിഡന്റ്. അത് റിസർവേഷൻ വന്നിട്ട് ആ കൊല്ലം അവിടെ സ്ത്രീ ആവണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തി ജയിപ്പിച്ചെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ബാക്കി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കൂട്ടരാണെന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും അവരുടെ എഫിഷ്യൻസി അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഓഫ് അവിടുത്തെ രീതി അങ്ങനെയാണ്. ജാതിപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചില സമയങ്ങളിൽ ഒന്നിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല. സ്ത്രീകൾക്ക് അവർ വരുന്നു, പക്ഷേ അവരുടെ ഐഡിയകളൊന്നും വരുന്നില്ല.
ഇല്ല. അപ്പോൾ സ്ത്രീകളുടെ ഐഡിയ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ത്രീകളുടെ പ്രശ്നങ്ങളൊന്നും അവിടെ എന്താണ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നില്ല. മനസ്സിലാവും, സ്ത്രീകൾ വരുമ്പോഴല്ലേ അവരുടെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു താണജാതിയിൽപ്പെട്ട ഒരാൾ, സോക്കോൾഡ് താണജാതിയിൽപ്പെട്ട ഒരാൾ വരുമ്പോഴല്ലേ ഞങ്ങളുടെ സൊസൈറ്റിക്ക്, ഞങ്ങളുടെ എന്താ പറയുക വിഭാഗങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ കിട്ടുമ്പോഴേ നമുക്കത് മറികടക്കാൻ പറ്റുള്ളൂ അവർ പറയണമെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ എവിടേക്ക് വരണ്ടേ. ഇതെല്ലാം ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ, ഗ്രോത്തിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ റൂറൽ സൊസൈറ്റിയിലുള്ള എല്ലാ സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾസിൻ്റെ അടുത്തേക്കും എന്ത് വരേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിലേക്കും എന്ത് ചെയ്യണം, ബെനിഫിറ്റുകൾ എത്തണം. സോ ഫ്രം വാട്ട് എവർ ബെനിഫിറ്റ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ഫ്രം ദീസ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇറ്റ് ഷുഡ് ബി ഈക്വലി എന്നാണെങ്കിലും ഇക്വിറ്റബിളി എങ്ങനെയാണെങ്കിലും അത് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എമംഗ് ഓൾ ദ സെഗ്മെൻറ്റ്സ്. രണ്ടാമത്തെ എന്താണെന്ന് നോക്കൂ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, ഓക്കെ കൃഷിയുടെ അങ്ങോട്ട് എന്താ പറയുക അളവ് കൂട്ടാം, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് കുറേ വളം അങ്ങോട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യാം, മാറ്റാം, താഴെയുള്ള വെള്ളം മുഴുവൻ എന്ത് ചെയ്യാം, പമ്പ് ചെയ്ത് അങ്ങ് മുകളിലോട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യരുത്. ഇതെന്താണ്, ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിൻ്റെ അതുപോലെ തന്നെ ഹരിയാനയുടെയൊക്കെ കൃഷിയിടങ്ങളിൽ നമുക്ക് വല്ലാണ്ട് കാണുന്നതാണ് വാട്ടർ ടേബിൾ എന്ത് ചെയ്തു, താഴെ വന്നു. കാരണം നമ്മളുടെ ഈ ഒരു ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും ഫ്രീ ആയിട്ടുള്ള മോട്ടോർ പമ്പുകളും എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയും മോട്ടോർ പമ്പും വെച്ചിട്ട് എന്ത് ചെയ്തു, ഫുൾ ടൈം വെള്ളം അടിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് കൃഷിയിടങ്ങളിലേക്ക് എന്താണ് പമ്പ് ചെയ്യാൻ തുടങ്ങി. ഇതെന്തിലേക്ക് നയിച്ചു, ലീച്ചിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചു. ഇപ്പോൾ എന്താണ്, ഉപ്പിൻ്റെ അംശം ഭയങ്കരമായിട്ട് കൂടിയിട്ട് അവിടുത്തെ പലയിടങ്ങളിലെയും മണ്ണെന്താണ് ഒട്ടും ഫലഭൂയിഷ്ടി ഇല്ലാത്ത മണ്ണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡെവലപ്മെൻ്റ് അല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. Focusing on environment sustainability and resource management to ensure long-term viability of development efforts. അപ്പോൾ നമുക്ക് 5 വർഷത്തേക്കല്ല നമുക്ക് കൃഷി ചെയ്യേണ്ടത്, നമുക്ക് ഇനി അങ്ങോട്ടുള്ള 5000 വർഷത്തേക്ക് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന ബോധ്യത്തോടു കൂടിയിട്ട് കൃഷി ചെയ്യുക, ബാക്കിയുള്ള റിസോഴ്സുകളെയും ഉപയോഗിക്കുക. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So when we are planning for rural development, we have to keep in mind this sustainable development program. പക്ഷെ അത് എന്ത് ചെയ്യരുത്, അതൊരു തലം കടന്നും പോകരുത്. ഇപ്പോൾ ശ്രീലങ്കയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ശ്രീലങ്കയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ കംപ്ലീറ്റ്ലി ബാക്കിയുള്ള എല്ലാ എന്താണ് കൃഷിയുടെ അല്ലാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നിരോധിച്ചു. എന്തിലേക്കാണ് നയിച്ചത്, കൃഷി ആകെ അങ്ങോട്ട് തകർന്ന് താഴെ വന്നു. അവിടെ എക്കണോമിക് ക്രൈസിസിലേക്ക് രാജ്യം പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ തലത്തിലേക്കുള്ള എക്സ്ട്രീം സ്റ്റെപ്പുകളല്ല, ഒരു ബാലൻസിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. എന്താണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്? ഇൻവോൾവ്മെൻറ്റ് വേണം. മനസ്സിലാവുന്നുണ്ട്? ഇൻവോൾവിങ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് ടു എൻഷുവർ ദാറ്റ് പ്രൊജക്ട്സ് മീറ്റ് ദെയർ ആക്ച്വൽ നീഡ്സ് ആൻഡ് ഹാവ് ലോക്കൽ സപ്പോർട്ട്. ഇപ്പോൾ 2 തലങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഇനിയുള്ള വരുന്ന സ്ഥലങ്ങളിലും പറയാൻ പറ്റും. അതായത് ആളുകൾ വേണം. അട്ടപ്പാടിയിൽ പണ്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അട്ടപ്പാടിയിലെത്തി പ്രൊജക്റ്റ് എന്താ വെച്ചാൽ വീടുകൾ കെട്ടിക്കൊടുക്കലായിരുന്നു. എന്ത് സംഭവിച്ചറിയോ, കുറേ വീടുകൾ കെട്ടിക്കൊടുത്തു. ഏതാണ്ട് 40ഓളം വീടുകൾ കെട്ടിക്കൊടുത്തു. പക്ഷേ പിന്നീട് ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് അവിടെ പോയി നോക്കിയ സമയത്ത് ഈ വീടുകളിലൊന്നും ആരും താമസമില്ല. ഇതൊക്കെ പൊടി പിടിച്ച് 2-3 വീടുകളുടെ സൈഡൊക്കെ ഇടിഞ്ഞ് കിടക്കുക. കാരണം ഇവർക്ക് കെട്ടിക്കൊടുത്ത വീടുകളുടെ ഏരിയ എന്തായിരുന്നു, ഇവരുടെ സാധാരണ ഇവർ താമസിക്കുന്ന, ഇവർ വനത്തിൽ നിന്നും വിഭവങ്ങൾ ശേഖരിക്കുന്ന ആ സ്ഥലവുമായിട്ട് വളരെ മാറിയിട്ടുള്ള ചീപ്പായിട്ടുള്ള സ്ഥലത്ത് ഇത് വീട് കെട്ടിക്കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കപ്പോൾ ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ കെട്ടിയ വീടുകൾ എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ രീതിക്കോ ഇവർക്ക് വേണ്ട രീതിയിലോ ഇവർക്ക് ആവശ്യമുള്ള രീതിയിലോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരാരും അവിടെ താമസിച്ചില്ല. അവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ പണ്ടത്തെ സ്ഥലത്ത് തന്നെ കുടിലുകളിലേക്ക് തന്നെ അവർ തിരിച്ചുപോയി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ, ഇവരോട് ചോദിച്ചിട്ടല്ല അത് കിട്ടിയത്. അതുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് വേണം. നമ്മൾ ഗ്രാമസഭകളൊക്കെ പറയില്ലേ, ഈ ഗ്രാമസഭകൾ എന്തുകൊണ്ടാണ്, ഗ്രാമസഭകൾ ഈ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഈസ് ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് പ്ലാനിങ്. നോക്കൂ, കോർഡിനേഷൻ വേണം. കോർഡിനേറ്റിംഗ് വേരിയസ് ഡെവലപ്മെൻറ്റ് സെക്ടേഴ്സ് ഓർ എന്താ പറയുക, ഫോർ ദാറ്റ് കേസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറയില്ലേ, റോഡ് കെട്ടിക്കഴിഞ്ഞ് 2-ാം ദിവസം എന്ത് ചെയ്യും, ജല അതോറിറ്റി വന്നിട്ട്, വാട്ടർ അതോറിറ്റി വന്ന് ഇത് കുഴിക്കും. ഇത് പാടില്ല. ഇതെങ്ങനെ ചെയ്യണം, ഇവിടെ റോഡ് കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ജല അതോറിറ്റിക്ക് ഇൻറ്റിമേഷൻ പോകണം. ഇന്ന റോട്ടിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയുള്ള 3 കിലോമീറ്റർ ദൂരം നമ്മൾ ടാർ ചെയ്യാൻ പോവുകയാണ്, ഇനി അങ്ങോട്ടുള്ള 2 വർഷത്തേക്ക് ഇത് കുഴിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, നോക്കണം ഇവിടെ എവിടെയെങ്കിലും ഇനി പൈപ്പ് കണക്ഷൻ മര്യാദ കൊടുക്കാനുണ്ടോ എങ്കിൽ അവർ പറയുക, നോക്കൂ എനിക്ക് 2 മാസം സമയം തരണം, ഇതിനുള്ളിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് വെക്കേണ്ടതുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നീട് കുഴിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, വരേണ്ടതുണ്ട്.
ഒറ്റ ഉദാഹരണം പറഞ്ഞാണ് ഇത് എല്ലായിടങ്ങളിലും വരണം, എല്ലാ സെക്ടറിലും വരണം. സോ എന്ത് വരണം? കോർഡിനേറ്റിംഗ് വേരിയസ് ഡെവലപ്മെൻറ്റ് സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ടു ക്രിയേറ്റ് എ കോംപ്രിഹെൻസീവ് ആൻഡ് സിനർജറ്റിക് development strategy. So a development strategy should be in such a way, its tone should in such a way that there is a coordination should be there. മനസ്സിലാവുന്നുണ്ട്? ഒരു എല്ലാവരും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്നിച്ച് ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പോകേണ്ടതുണ്ട്. സോ ഇൻ്റഗ്രേറ്റഡ് പ്ലാനിങ് ഈ രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം, കുറേ അധികം എന്താ പറയുക, IT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കിട്ടിയിട്ടു, അക്ഷയ സെൻറ്ററിൽ കിട്ടിയിട്ടു, ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഇതുകൊണ്ട് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണ് അവിടെ മുഴുവൻ എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഏതാണ്? എംപവർമെൻറ്റ് ഓഫ് വിമൻ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ടു ഫോസ്റ്റർ എ മോർ ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോസസ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റണം? അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം, അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. ഓൾസോ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സ്ട്രാ നമ്മൾ റിസർവേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്നത് കാരണം ബാക്കിയുള്ള ആളുകളോടൊപ്പം മത്സരിക്കാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മത്സരിക്കാൻ സാധിച്ചില്ലെന്ന് വരും. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും ചരിത്രപരമായിട്ട് എന്താണ്, അവർക്ക് അവസരങ്ങളില്ലാതെ പല ഏരിയകളിലും സ്ത്രീകളൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങുന്നുള്ളൂ, അല്ലേ? ഇപ്പോൾ വന്നു തുടങ്ങുകയാണ് പലയിടങ്ങളിലേക്ക്, ഇപ്പോഴാണ് അവരുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിലേക്ക് സ്ത്രീകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയും ഒരുപാട് എന്താണ് സ്കീമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്ത്രീകൾക്കായിട്ട് പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വർക്കിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് എന്തുണ്ട് എംപവറിങ് പ്രോഗ്രാമുകളും സ്കീമുകളും ഉണ്ട്. അവ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഡീസെൻട്രലൈസേഷൻ, ഇത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് ഡീസെൻട്രലൈസേഷൻ പഠിക്കാനുണ്ട്. എന്നാലും എന്താണ്, ഈ നമ്മളുടെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് പ്രിൻസിപ്പിളാണ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്താണ്? സ്ട്രെങ്തനിങ് ലോക്കൽ ഗവേണൻസ് സ്ട്രക്ചേഴ്സ് such as Panchayati Raj institutions to make development efforts more responsive and accountable to local needs. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ലോക്കൽ നീഡ്സ്. അപ്പോൾ മുകളിൽ ഒരു സ്ഥലത്തിരുന്ന് ഒരാൾക്ക് ജില്ലാതലത്തിൽ പോലും ഇരുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് വേണ്ട ഒരു കാര്യമായിരിക്കില്ല തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലേക്ക് വേണ്ടി വരിക, അതുപോലെ ഒന്നായിരിക്കില്ല ഇപ്പുറത്തെ പഞ്ചായത്തിലേക്ക് വേണ്ടി വരിക. ഈ പഞ്ചായത്ത് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടാവും, അപ്പോൾ ഇവിടെ ബണ്ട് കെട്ടൽ വേണ്ടി വരും. ഈ പഞ്ചായത്തിൽ എന്തായിരിക്കും, ചിലപ്പോൾ നദിയുമായിട്ടൊരു ബന്ധമേ ഉണ്ടാവില്ല ഈ പഞ്ചായത്തിൽ. ഈ പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ എന്തായിരിക്കും, കുറേ കാലമായിട്ട് ഇവിടെ എന്തില്ല, ഒരു റോഡില്ല എന്നതായിരിക്കും. ഇവിടെ ആവശ്യം ഒരു പാലമായിരിക്കും. അപ്പോൾ ഓരോ ഇടങ്ങളിലും എന്താണ് ലോക്കൽ നീഡുകൾ വ്യത്യസ്തമാണ്. ഈ ലോക്കൽ നീഡുകൾ അറിയണമെങ്കിൽ എന്ത് വേണം? സെൻട്രലൈസേഷൻ പാടില്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വികസനം വരണം. അപ്പോഴേ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ഇൻപുട്ടുകൾ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത് റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ടു ലോക്കൽ നീഡ്സ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് ലോക്കൽ നീഡ്സ് അറിയുമ്പോൾ അതിന് റെസ്പോൺസീവായിട്ട് പ്രവർത്തിക്കണം. അക്കൗണ്ടബിലിറ്റിയും അവർക്കുണ്ടാകും. ജനങ്ങൾക്ക് നേരിട്ട് പോയിട്ട് കളക്ടറുടെ അടുത്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവിടുത്തെ വാർഡ് മെമ്പറോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എവിടേക്കാണ് പോകുന്നത്? കപ്പാസിറ്റി ബിൽഡിംഗ്. എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ്? എൻഹാൻസിങ് ദ സ്കിൽസ് and capabilities of rural populations and local institutions to improve the ability to manage and sustain development activities. അതായത് സ്കില്ലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്കിൽസും കേപ്പബിലിറ്റീസും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? വി ഹാവ് ടു എൻഹാൻസ് ദ സ്കിൽസ്, എൻഹാൻസ് ദ കേപ്പബിലിറ്റീസ്. നമ്മൾ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കേണ്ടതുണ്ട്, സ്കില്ലുകൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം എന്ത് ചെയ്യും? സഹായിക്കും റൂറൽ പോപ്പുലേഷൻ്റെ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഡ്രോൺ. ഇപ്പോൾ ഡ്രോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നെന്താണ് പഠിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കോഴ്സ് ഇറക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്രയാണ്? 3 മാസത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര വെയിറ്റുള്ള, ഇത്ര കിലോ ഉള്ള, ഇത്ര ഹൈറ്റിൽ എന്താ പറയുക പറത്താൻ പറ്റുന്ന, ഇത്ര പവറുള്ള ഡ്രോണ് പറത്താനുള്ള ഒരു എന്താണ് ഒരു കോഴ്സ്. അത് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ഡ്രോൺ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഗ്രാമങ്ങളിൽ പോയിട്ട് പറയാം, എൻ്റെ അടുത്ത് ഇന്ന പോലത്തെ ഒരു ഡ്രോൺ ഉണ്ട്, ഇത്ര കപ്പാസിറ്റിയുള്ള ഡ്രോണാണ്, നിങ്ങളുടെ എന്താ പറയുക വിത്ത് വിതയ്ക്കുന്ന കാര്യം, നിങ്ങളുടെ കീടങ്ങളുണ്ടോ എന്നെന്താണ് ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രോൺ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, വന്യമൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റും. ഇത്ര രൂപയാണ് എൻ്റെ സർവീസ്, ഇത് തന്നാൽ മതി എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്?
കപ്പാസിറ്റി ബിൽഡിംഗ് ആ വ്യക്തിക്ക് ലഭിച്ചത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ എൻഹാൻസിങ് ദ സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് റൂറൽ പോപ്പുലേഷൻ, ഇത് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ എല്ലായിടങ്ങളിലും ഒരു ട്രാക്ടർ എന്താ പറയുക മുതൽ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ കാര്യങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ കേപ്പബിലിറ്റി ആയിരിക്കും. ചില ആളുകൾക്ക് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കാം, മറ്റൊരാൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കേപ്പബിലിറ്റി ആയിരിക്കാം, ചില ആളുകൾക്ക് ബിസിനസ് ഐഡിയകളായിരിക്കാം, ഓരോന്നും ഓരോ തരത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. Capabilities of rural population and local institutions to improve the ability to manage and sustain development activities. അടുത്ത എന്താണ്? എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ എക്കണോമിയിൽ പ്രത്യേകിച്ച് എന്താണ്, എല്ലാ തലത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി 2 ചർച്ചകൾ നടത്തിയിരുന്നു അല്ലേ. എൻകറേജ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എൻകറേജിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിയോണ്ട് ട്രഡീഷണൽ അഗ്രികൾച്ചർ ടു ഇൻക്രീസ് ഇൻകം സോഴ്സസ് ആൻഡ് റെഡ്യൂസ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി കുറയ്ക്കുക എന്നതും ഇൻകം സോഴ്സുകൾ എന്താണ്, വർദ്ധിപ്പിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയില്ലേ, നെൽകൃഷി മാത്രം നോക്കിയിരുന്ന എന്താണ്, നടക്കില്ല. നാണ്യവിളകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ, നാണ്യവിളകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് റിസ്ക് കുറയുന്നത്, വൾണറബിലിറ്റി കുറയും, ഇൻകം കൂടും അല്ലേ. ഇതാണ് എന്ത് ചെയ്യുന്നത്, എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്സസ് ടു ബേസിക് സർവീസസ്. എന്തൊക്കെയാണ് ബേസിക് സർവീസുകൾ? ഒരാൾക്ക് സമാധാനമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഇവയൊക്കെ എന്താണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം വർദ്ധിപ്പിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ആരോഗ്യകരമായി ജീവിക്കാൻ സാധിക്കണം, വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിക്കണം, ഒരു അസുഖം വന്നാൽ ഹെൽത്ത് കെയർ ലഭിക്കണം, വെള്ളം, ശുദ്ധമായ വെള്ളം ലഭിക്കണം, ശുചിത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കണം. ഇതെല്ലാം ഇതിലേക്ക് നയിക്കും, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് റോഡുകൾ, ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ, ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എന്ത് ചെയ്യും, ഓൾ ദീസ് തിങ് സപ്പോർട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഇംപ്രൂവ് ലിവിങ് കണ്ടീഷൻസ് അല്ലേ. നല്ലൊരു റോഡ് വന്നാൽ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് കുണ്ടും കുഴിയിലും ചാടിച്ചടിൻ്റെ നെട്ടും ബോൾട്ടും ഇളക്കിയിട്ട് നിങ്ങൾക്ക് ആ വണ്ടി നേരാക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. ഓൾറെഡി വളരെ കുറഞ്ഞ എമൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് ഈ വണ്ടി എന്താ പറയുന്നത്, നേരാക്കിക്കൊണ്ടിരിക്കാൻ, പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നല്ലൊരു റോഡ് വന്നു എന്ന് വിചാരിക്കൂ, അവർക്ക് എന്ത് ചെയ്യാം, വണ്ടി നേരാക്കണ്ട, ആ പൈസ ലാഭിച്ചു, ആ പൈസ കൂടി അവർക്ക് എന്താണ്, കൃഷിയിലിടാം, ആ കൃഷി കൊണ്ട് എന്ത് ചെയ്യാം, മറ്റൊരു കാര്യം തുടങ്ങാം. അതുകൊണ്ട് അവർക്ക് നല്ല റോഡാണെങ്കിൽ എന്ത് ചെയ്യാം, സിറ്റിയിലേക്ക് അവർക്ക് തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കാം അല്ലേ. ഈ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വരും. ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, എപ്പോഴും ഇന്നോവേഷൻ എന്ത് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നോക്കൂ, പ്രൊമോട്ടിംഗ് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ വേരിയസ് സെക്ടേഴ്സ്. പല സെക്ടറുകളിലും എന്ത് ചെയ്യാം, പലതരം ഇന്നോവേഷൻസും ടെക്നോളജികളും കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ. നമുക്കിപ്പോൾ അറിയാം, ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാനുള്ള മാവ് വിൽക്കാൻ കടയിൽ കൊണ്ടുവരുമെന്നും നമ്മൾ വാങ്ങുമെന്നും പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരുന്നില്ല അല്ലേ. ഇപ്പോൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കാനുള്ളൊരു മെഷീൻ ഉണ്ടാക്കി അത് വെച്ചു. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് മെഷീനുകൾ കാണാൻ സാധിക്കും അല്ലേ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന, വളരെ വലിയ തോതിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മെഷീനുകൾ കാണാൻ പറ്റും. നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന മെഷീനുകൾ ഇപ്പോൾ എന്താണ്, നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. മാവ് കുഴയ്ക്കാനുള്ള മെഷീൻ, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മെഷീൻ, ഇതൊക്കെ എന്താണ്, ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ്, ഓരോ ഇന്നോവേഷൻസ് ആണ്, ടെക്നോളജികളാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, വിവിധങ്ങളായിട്ടുള്ള ഇന്നോവേഷൻസും ടെക്നോളജീസും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അടുത്തത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അഡ്രസ്സിങ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ത്രൂ പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ വെൽബീയിങ് ഓഫ് റൂറൽ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രോഗം വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ടുള്ള മെഷറുകൾ എടുക്കണം. എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അതൊരു ക്യൂറേറ്റീവായിട്ടുള്ള മെഷറുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ദ്രധനുഷ് പോലെയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരം പദ്ധതികളുണ്ട്. ക്യൂറേറ്റീവായിട്ടുള്ളത് അല്ലേ, ഇൻഷുറൻസ് പദ്ധതികളാണ് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനത്തെ പദ്ധതികൾ ഉണ്ടാകും, വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ സമാശ്വാസം അല്ലേ, എന്താ പറയുക, വയോമിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് എന്താണ് പദ്ധതികളുണ്ട്. ഇതൊക്കെ എന്താണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല പദ്ധതികളാണ്. ഇവയെല്ലാം എന്തിനേക്ക് വേണ്ടിയിട്ടാണ്, ഇവയെല്ലാം ആരോഗ്യകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ജനവിഭാഗത്തിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പദ്ധതികളാണ്. അവസാന ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എക്കണോമിക് വയബിലിറ്റി ആൻഡ് സെൽഫ് റിലയൻസ്. എന്താണത്? എൻകറേജിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ലോക്കൽ പ്രൊഡക്ഷൻ ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ എയ്ഡ് ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത,
നമുക്ക് തന്നെ എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഓൺട്രപ്രണർഷിപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ അവ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻകം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും സാധിക്കേണ്ടതുണ്ട്. ഇതാണ് എക്കണോമിക് വയബിലിറ്റിയിലൂടെയും സെൽഫ് റിലയൻസിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ സെക്ടർ കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ സെക്ടറിൽ ഒരു പ്രശ്നമുണ്ടായാലും അത് നമ്മളെ ബാധിക്കാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തുകയാണ്. എന്താണ്? കൾച്ചറൽ സെൻസിറ്റിവിറ്റി. അപ്പോൾ നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളെ നഗരങ്ങളാക്കി മാറ്റുന്ന ഒരു പരിപാടിയല്ല എന്തെന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു റെസ്പെക്റ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ലോക്കൽ കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ട്രഡീഷൻസ് ഇൻ ടു ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ലോക്കലായിട്ടുള്ള ചില കൾച്ചറൽ പ്രാക്ടീസുകളും ട്രഡീഷനുകളും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള എന്താണ് നമുക്ക് ഒരു എന്ത് ചെയ്യണം? വി ഹാവ് ടു എൻഷുവർ ദ അക്സെപ്റ്റൻസ് ആൻഡ് എഫക്റ്റീവ്നെസ്. അതായത് നമുക്ക് അവരോട് പോയിട്ട് നമ്മുടെ ഐഡിയ മാത്രം ഇങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ അവരുടേതായിട്ടുള്ള എന്തുണ്ടാകും? കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ് ഉണ്ടാവും അവർക്ക്. അവ പരിഗണിച്ചുകൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളുടെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അവർക്കൊട്ടും സ്വീകാര്യമല്ലാത്തൊരു സാധനം അവരുടെ തലയിൽ കെട്ടിവെക്കാനല്ല, അവരുടെ ജീവിത രീതിയുമായി ബന്ധം. ഇപ്പോൾ അവിടുത്തെ ആളുകൾ എന്താണ് ധാരാളം തേൻ ശേഖരിക്കുന്ന ഒരു കൂട്ടരാണ്, അവിടെ തേൻ നല്ല അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലേ? തേൻ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും? അവിടെ മുള കൊണ്ടുള്ള പ്രൊഡക്ട്സ് ധാരാളം, മുള നന്നായിട്ടുള്ള സ്ഥലമാണ്, അത് കളക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ എന്ത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? ഇനി ഈ മുളയെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാകാം അവിടെ. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ആ കച്ചവടം നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഇടങ്ങളിലുമുള്ള കൾച്ചറൽ സെൻസിറ്റീവുകളും മറ്റു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രം ഡെവലപ്മെൻറ്റ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവ സസ്റ്റൈനബിൾ ആയിട്ട് മാറുന്നത്, അവയ്ക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യും? ആദ്യമൊക്കെ ഇവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും, പിന്നീട് ഇവരെന്ത് ചെയ്യും? ഇവരെതിർക്കും. ലോങ് ടേം പെർസ്പെക്റ്റീവ് അതിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായിട്ട് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ട് അങ്ങോട്ട് വിട്ടാൽ പറ്റില്ല. ഓരോ പ്ലാനുകളും നടപ്പിലാകുന്നുണ്ടോ? ഇംപ്ലിമെൻറ്റിംഗ് സിസ്റ്റംസ് ടു റെഗുലർലി അസസ് the impact and effectiveness of development programs, making necessary adjustments to achieve desired outcomes. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചെക്ക് ചെയ്യേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ചേഞ്ച് എന്നിട്ട് വരുത്തണമെന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചേഞ്ച് ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഈ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ മോണിറ്ററിങ് കൃത്യമായിട്ട് അവ എന്ത് ചെയ്യേണ്ടത്? മോണിറ്റർ ചെയ്യേണ്ടതും ഇവാലുവേറ്റ് ചെയ്യേണ്ടതും നെസസറി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമായ സമയത്ത് വരുത്തുകയേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ. റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ എന്തെല്ലാമാണ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം.